മക്കളെ, നിങ്ങൾ ആരും വിളിയൊന്നും കേൾക്കുന്നില്ല. അത് അങ്ങോട്ട് നോക്കിക്കേ. അക്സായും അച്സായും ഹെക്സായും എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടായോ? നമുക്ക് പാട്ട് ആടിപ്പാടി മറിഞ്ഞങ്ങോട്ട് നമ്മുടെ ഈ ബട്ടർഫ്ലൈസ് ഒന്ന് അടിച്ചു പൊളിക്കണ്ടായോ? പൊളിക്കണോ? നിങ്ങൾക്ക് പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമുണ്ടോ? നിങ്ങൾ പഴയ പാട്ടുകളൊക്കെ പാടുന്നുണ്ടോ? അത് വീട്ടിൽ പപ്പായോടും മമ്മിക്കും അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ പാടി കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാ പാടുന്നത്? ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ? അതോ ആടിപ്പാടിയാണോ നമ്മൾ പാടിക്കൊടുക്കുന്നത്? അത് കേൾക്കുന്ന പപ്പായ്ക്കും മമ്മിക്കും അപ്പച്ചനും അമ്മച്ചിക്കും ആച്ചാച്ചനും ചേച്ചിക്കും ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടം. അന്നേരം നമ്മുടെ ബട്ടർഫ്ലൈസ് പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ പാടുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, പപ്പറ്റ്സ് മനസ്സിലാക്കുന്നുണ്ട്, എന്നിട്ട് നമ്മളത് വീട്ടിൽ പാടുന്നുണ്ട്. എന്തൊരു സന്തോഷം. നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി. കഴിഞ്ഞ ആഴ്ചയൊക്കെ എല്ലാവരും സന്തോഷമായിട്ടിരുന്നോ? എല്ലാവരുടെയും ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? പേരൻസിനോട്, നമ്മുടെ ചേച്ചിയോട് ചേട്ടനോടൊക്കെ അനുസരണക്കേട് കാണിച്ചോ? അതോ എല്ലാവരും പറഞ്ഞതൊക്കെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ടായിരുന്നോ? എനിക്കറിയാം എല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണില്ലേ. നമ്മളൊക്കെ ജീവിക്കുന്നത് യേശു കർത്താവ് പറഞ്ഞ പോലെയാണ്, യേശുപ്പച്ചൻ പറഞ്ഞ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും നല്ല അനുസരണയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിച്ചു എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് പുറപ്പെടേണ്ടത്? യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്ന് യേശുപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്തോ നല്ല ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, മറ്റുള്ളവരെ സഹായിക്കുന്നത്, പരസ്പരം സ്നേഹിക്കുന്നത്, കരുതുന്നത് ഒക്കെയും എന്താ? നല്ല ഫലമാണ് ഇല്ലേ. നല്ല ഫലവുമുണ്ട്, ചീത്ത ഫലവുമുണ്ട് ഇല്ലേ. ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നത് യേശു കർത്താവിന് യേശുപ്പച്ചന് ഇഷ്ടമാണോ? അല്ലല്ലേ. ഒരിക്കലും യേശു കർത്താവിന് ആഗ്രഹിക്കുന്നത് യേശു കർത്താവിൻ്റെ പൈതങ്ങളായ നമ്മൾ ഓരോരുത്തരും നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടാണ്. അങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുമ്പോൾ എങ്ങനെയാ? സന്തോഷമായിട്ടിരിക്കണം? അതോ അയ്യോ വയ്യായേ എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കണം? ഇല്ല, നല്ല എനർജറ്റിക്കായിട്ട് നല്ല രീതിയിൽ ആടിപ്പാടി നടക്കണം ഇല്ലേ. യേശു കർത്താവ് അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആടിപ്പാടി നടക്കുന്ന ഒരു പാട്ട് നമുക്ക് പഠിക്കാം. യേശു കർത്താവിനോട് ചേർന്ന് നമുക്ക് ആടിപ്പാടി നടക്കാനായിട്ട് ഒരു ചെറിയ പാട്ടാണ്, അത് നമുക്ക് പഠിക്കാം. ആദ്യം അച്ചാച്ചനൊന്ന് പാടിത്തരാം, അതിനുശേഷം നമുക്ക് പഠിക്കാം. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നു എന്നോടൊപ്പം സൽഫലമേകീട. നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ, നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ. ആടിടാ പാടിടാ ആടിടാ പാടിടാ. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നു എന്നോടൊപ്പം സൽഫലമേകീട. നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ, നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ. ആടിടാ. ഓക്കെ കൂട്ടുകാരെ, പാട്ട് കേട്ടല്ലോ? ഇഷ്ടപ്പെട്ടോ? ഇനി ഞാനതൊന്ന് പാടിത്തരാം, നിങ്ങളതൊന്ന് ചേർന്ന് പാടണേ. ഓരോ ലൈൻ വെച്ച് പാടിത്തരാം, നിങ്ങളത് ചേർന്ന് പാടണം. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നു എന്നോടൊപ്പം സൽഫലമായിടാൻ. പാടിക്കേ. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നു എന്നോടൊപ്പം സൽഫലമായിടാൻ. കിട്ടിയോ? ഒന്ന് ചേർന്ന് പാടിക്കേ. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നു എന്നോടൊപ്പം സൽഫലമായിടാൻ. അടുത്തത്, നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ. പാടിക്കേ. നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ. അടുത്തത്, ആടിടാം പാടിടാം ആടിടാം
പാടിയിടാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും പഠിച്ചോ? നമുക്കത് ആദ്യം തൊട്ടൊന്ന് പാടാം, ചേർന്ന് പാടാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നോ എന്നോടൊപ്പം സൽഫലമായിടാൻ. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നോ എന്നോടൊപ്പം സൽഫലമായിടാൻ. നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ, നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ. ആടിടാം പാടിടാം, ആടിടാം പാടിടാം. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയെ പാടി നിർത്തുക ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ എല്ലാവരും ഒന്ന് എണ്ണിച്ച് ഇന്ന് ചാടി എണ്ണിച്ച് ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, എല്ലാവരും എണ്ണിച്ചു. ഇനി എല്ലാവരും കൈ അടിച്ച് ഇത് അച്ഛൻ്റെ കൂടെ ചേർന്ന് പാടണം. പാടുമല്ലോ? ഓക്കെ, നമുക്ക് പാടാം. ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നോ എന്നോടൊപ്പം സൽഫലമായിടാൻ. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നോ എന്നോടൊപ്പം സൽഫലമായിടാൻ. നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ, നമ്മെ കാണും നാഥനവൻ, നമ്മെ പോറ്റും നാഥനവൻ. ആടിടാം പാടിടാം, ആടിടാം പാടിടാം. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നോ എന്നോടൊപ്പം സൽഫലമായിടാൻ. ആടിപ്പാടി ചാടി നടക്കും കുഞ്ഞാറ്റക്കിളിയേ, പോരുന്നോ എന്നോടൊപ്പം സൽഫലമായിടാൻ. കൂട്ടുകാരെ, ഈ പാട്ടിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? നമ്മെ കാണുന്ന ഒരു നാഥനുണ്ട്, നമ്മെ പോറ്റുന്ന ഒരു നാഥനുണ്ട്. ആരാ? യേശു അപ്പച്ചനല്ലേ? ആ യേശു അപ്പച്ചനുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ്? ആടിപ്പാടി ചാടി കുഞ്ഞാറ്റക്കിളിയെ പോലെ ആടിപ്പാടി നമ്മൾ നടക്കണം, യേശു കർത്താവിനെ സ്തുതിക്കണം. അങ്ങനെ ദുഃഖമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ചില പ്രയാസം വരുമ്പോൾ നിങ്ങൾ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് നല്ല സന്തോഷമുള്ള കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞാറ്റക്കിളികളെ പോലെ പാറി പറക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാം. അതിനായി യേശു അപ്പച്ചൻ നിങ്ങളെല്ലാം സഹായിക്കട്ടെ എന്ന് അച്ചച്ചൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച വീണ്ടും ഒരു പാട്ടുമായിട്ട് കാണാം. ബൈ ബൈ. ഹലോ, അവധിക്കാലമൊക്കെ എങ്ങനെ ചെലവഴിക്കുന്നു? എന്തുവാ, ബോറാണോ? അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കുക. ഒരാൾ ജോനത്തൻ പറഞ്ഞു കേട്ടോ, ബോറടിച്ചെങ്കിൽ തിരിച്ചടിക്കണം. ആണോ? നമുക്ക് ഒരുമിച്ച് ഈ ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് കണ്ട് ആടിപ്പാടാൻ അടിച്ചു പൊളിക്കണ്ടായോ? പാട്ട് പഠിച്ചല്ലോ, ആടിപ്പാടാം. ക്രിസ്തുവിന് വേണ്ടി ആടിപ്പാടുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരാൻ നമുക്ക് അവിടുന്ന് സാധിക്കണം. ഈ ആടിപ്പാടി ദൈവത്തെ മഹിമപ്പെടുത്താൻ നമുക്കിടയായി തീരണം. അത് പാട്ടിലൂടെ, കഥയിലൂടെ, ജീവിതത്തിൻ്റെ പാഠങ്ങളിൽ കൂടെ നമുക്ക് ദൈവത്തെ മഹിമപ്പെടുത്താനായിട്ട് സാധിക്കണം. ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. ചിലർക്ക് പ്രാർത്ഥിക്കാൻ, ചിലർക്ക് ബൈബിൾ വായിക്കാൻ, ചിലർക്ക് പാട്ട് പാടുവാൻ, അതിൽ കൂടെ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് പുതിയൊരു കഥ പരിചയപ്പെട്ടാലോ? പുതിയൊരു കഥയെന്ന് പറയുമ്പം അതിൻ്റെ കൂടെ പുതിയ ഒരു ക്യാരക്ടർ നെയിമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്നത്തെ ക്യാരക്ടറാണ് ദി ഈഗ്ലറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഈഗിൾ കുഞ്ഞ്. ഈ ഈഗിൾ കുഞ്ഞ് മുട്ടയിൽ നിന്നൊക്കെ വിരിഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നെസ്റ്റിൻ്റെ അകത്തിരിക്കുകയാണ്. ഈഗിൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈഗിളുടെ നെസ്റ്റ് എവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ അറിയാം അല്ലേ? അങ്ങ് ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ കൊണ്ടാണ് ഈ ഈഗിൾ അമ്മ അതിൻ്റെ നെസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈഗിൾ കുഞ്ഞ് അങ്ങനെ വലിയൊരു ഉയരമുള്ളൊരു മരത്തിൻ്റെ ചില്ലയിൽ അങ്ങ് അറ്റത്ത് ഒരു നെസ്റ്റിലിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. എന്ത്? മമ്മി ഫുഡ് കൊണ്ടുവരും, കഴിച്ചുകൊണ്ട് അവിടെ കിടന്നാൽ മതി അല്ലേ?
വിശക്കുമ്പം കേ എന്ന് കിടന്ന് അലയ്ക്കും. അതുപോലെ തന്നെ 2 ചേട്ടന്മാരുമുണ്ട് ഈ ഈഗിൾ കുഞ്ഞിൻ്റെ ചുറ്റും. ആ ചേട്ടന്മാരും ഇതുപോലെ തന്നെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈഗിൾ കുഞ്ഞുങ്ങൾ സാധാരണ മറ്റ് പക്ഷികളെ പോലെ തന്നെ വളരെ പെട്ടെന്ന് വളരുന്നു, വലുതാവുന്നു. അങ്ങനെ ഒരു സമയമായപ്പോൾ ഈ അമ്മയുടെ തീറ്റിയൊന്നും പോരാ, ഞങ്ങൾക്ക് തന്നെ ഫുഡൊക്കെ അന്വേഷിക്കണമെന്നുള്ള ചിന്ത ഈഗിൾ കുഞ്ഞിൻ്റെ ചേട്ടന്മാർക്കുണ്ടായി. അവർ പതുക്കെ ഇവരുടെ കൂട്ടിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ ചാടി പറന്ന് വെളിയിൽ ഇറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ശ്രമങ്ങളൊക്കെ നടത്തി ഇവർ സക്സീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈഗിൾ കുഞ്ഞ് നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ ചേട്ടന്മാർ 2 പോയി, ഇനി ഞാൻ തന്നെ ഇവിടെ ഒറ്റയ്ക്കിരിക്കണം, എനിക്കും വെളി ചാടണം എന്നുള്ളൊരാഗ്രഹമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈഗിൾ കുഞ്ഞ് കുറച്ച് വളർന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ചിറകിനൊക്കെ വണ്ണവും വീതിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഫെതേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് വിരിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, എനിക്കും വേണമെങ്കിൽ പറക്കാം എന്നൊക്കെ ഒരു ചിന്ത തോന്നി. അങ്ങനെ ഇവൻ ഈ നെസ്റ്റിൻ്റെ അറ്റത്തേക്ക് ഒക്കെ നടന്ന് ഈ നഖം കൊണ്ടൊക്കെ പിടിച്ച് വലിഞ്ഞ് കയറി അങ്ങോട്ട് നിന്നിട്ടൊരു ചിറക് വിടർത്തിയൊരു നിപ്പാണ്. ഐ ആം ഗോയിങ് ടു ഫ്ലൈ എന്ന് പറഞ്ഞ് ഒരൊറ്റ ചാട്ടം പടക്കൊടക്കൊടോ എന്ന് പറഞ്ഞ് ഇടിച്ച് തള്ളി ആ നെസ്റ്റിൻ്റെ അവിടെ നിന്നും താഴെ പോയി. 2-3 ബ്രാഞ്ചസ് അതിൻ്റെയും താഴെ പോയി. അവിടെ നിന്നെല്ലാം ഒടിഞ്ഞ് മടങ്ങി എങ്ങനെയോ താഴെ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു ബ്രാഞ്ചയിൽ ഇങ്ങനെ കുരുങ്ങി സ്റ്റക്കായി നിൽക്കുകയാണ് ഈഗിൾ കുഞ്ഞ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ നെസ്റ്റിൻ്റെ അകത്ത് സ്വസ്ഥമായിട്ടിരുന്നാൽ പോരായിരുന്നോ? ഏതായാലും ഈഗിൾ കുഞ്ഞ് വിചാരിച്ചു എൻ്റെ ജീവിതം കുളമായി, ഞാനിപ്പം ചാകും. ഏതായാലും വീണപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റക്കായി കുറച്ച് നേരം നിന്നിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈഗിൾ കുഞ്ഞിന് മനസ്സിലായി, ഒന്ന് പേടിച്ചു, ഒന്ന് താഴെ പോയി, എന്നാലും സാരമില്ല, ഇനിയും പതുക്കെ മേളിലോട്ട് കയറി അങ്ങോട്ട് കയറിയാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ ആലോചിച്ചിങ്ങനെ പതുക്കെ ചിറകൊക്കെ ഒന്ന് മടക്കി കാലൊക്കെ വീണ്ടും ഒന്ന് ഉപയോഗിച്ച് അള്ളിപ്പിടിച്ച് ഈ മരച്ചില്ലയിലൊക്കെ ഒന്ന് തൊട്ട് ഒരച്ചൊക്കെ നോക്കിയപ്പോൾ കൊള്ളാം, കാലിനൊക്കെ ജീവനുണ്ട്. അങ്ങനെ ഇവൻ മേളിലോട്ട് വലിഞ്ഞ് കയറാൻ തുടങ്ങി. 2 ചാട്ടം കൂടൊക്കെ ഒന്ന് ചാടി കുറച്ചുകൂടെ മേളിലായി. ഇങ്ങനെ അങ്ങോട്ട് മണ്ടയ്ക്കോട്ട് പോകുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ടടാ തൊട്ടപ്പുറത്തെ മരത്തിൽ നിന്ന് ഇപ്പുറത്തെ മരത്തിലോട്ട് ഒരൊറ്റ ചാട്ടം. ആരാണെന്നറിയാവോ? നമ്മുടെ സ്വന്തം സിവറ്റ് ക്യാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, നമ്മൾ മലയാളത്തിൽ മരപ്പട്ടി എന്ന് പറയുന്ന സാധനം. ഈ സാധനം ഇങ്ങോട്ട് ചാടി വരുന്ന കണ്ടതും ഈഗിൾ കുഞ്ഞിന് വീണ്ടും പേടിയായി. കാരണം എന്തുവാ, ഈ മരപ്പട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കിളികളെയൊക്കെ വന്ന് കടിച്ച് കയറി തിന്നുന്ന സാധനമാണ്. അപ്പോൾ ഈ മരപ്പട്ടിയെ കണ്ടപ്പോൾ ഈഗിളിന് വെപ്രാളമായി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെയുള്ളൊരു ചിന്ത തോന്നി. മരത്തിലോട്ട് പിന്നെയും മേളിലോട്ട് ക്ലൈംബ് ചെയ്ത് കയറാൻ തുടങ്ങി. എന്നിട്ട് ചിറകൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. സോ ഈ ചില്ലയുടെ അറ്റത്തോട്ട് ചെന്നും തുടങ്ങിയപ്പോഴുണ്ടല്ലോ നമ്മുടെ മരപ്പറ്റി ചേട്ടനും പുറകെ ഉണ്ട് ഇവൻ്റെ. അപ്പം ഓർത്ത് നോക്കുക, ഒരു ബ്രാഞ്ചിൻ്റെ അങ്ങേ അറ്റത്ത് ചെന്ന് നമ്മുടെ ഈ ഈഗിൾ കുഞ്ഞ് ഇരിക്കുകയാണ്, എങ്ങനെയും വെളി പറന്ന് ചാടാൻ വേണ്ടി. തൊട്ട് പുറകെ നമ്മുടെ മരപ്പട്ടിച്ചേട്ടനുമുണ്ട്. ഈ മരപ്പട്ടിച്ചേട്ടൻ വിടുന്ന പരിപാടിയില്ല, ഏത് മരത്തേലും ചാടിക്കയറി കൊച്ചു കിളിക്കുഞ്ഞുങ്ങളെയൊക്കെ തിന്നുന്ന കക്ഷിയാണ്. വലിയ കിളികളെയും വേണമെങ്കിൽ തിന്നും. അങ്ങനെ മരപ്പട്ടിച്ചേട്ടൻ ഇങ്ങനെ പതുങ്ങിയല്ല, നല്ല സ്പീഡിലാണ് വരുന്നത്. സാറിന് പറയും പതുങ്ങി. ഇത് നല്ല ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈഗിൾ കുഞ്ഞിന് മനസ്സിലായി, ഇനി പരിപാടി നടക്കത്തില്ല, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ചാടി പറന്ന് പോയെങ്കിലേ പറ്റുള്ളൂ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ട്രാ മരപ്പട്ടിച്ചേട്ടൻ വീണ്ടും തൊട്ടടുത്തായി. ഒരൊറ്റ ചാട്ടം മരപ്പട്ടിച്ചേട്ടൻ, ഈഗിൾ കുഞ്ഞും അതുപോലെ ചാടി ഒരു പറക്കൽ അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. ചിറക് ഫുൾ അങ്ങോട്ട് വിടർത്തി, ഒന്നും നോക്കിയില്ല, കണ്ണുമടച്ച് അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പം കാറ്റൊക്കെ ഈ ഫെതേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നതൊക്കെ ഉണ്ട്. ഫീൽ ചെയ്തിട്ട് ഈഗിൾ കുഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോൾ ആണ്ട്രാ ഇവൻ ആകാശത്തൂടെ നല്ല നൈസായിട്ട് ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്തുണ്ട് ഈഗിളിൻ്റെ ചേട്ടന്മാർ ഇതാണ്ട് 2 അവിടെ പറന്നുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ചേട്ടന്മാർ ഹായ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈഗിൾ കുഞ്ഞിന് ഭയങ്കര ഹാപ്പിയായി. പറന്ന് ഇവൻ കുറേ കൂടി ഉയരങ്ങളിൽ പറക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈഗിൾ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ പറക്കാൻ ഒരു വലിയ വീഴ്ചയിലൂടെയാണ് അവൻ പഠിച്ചതെങ്കിലും ആ വീഴ്ചയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്കൊക്കെ ചില വീഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാവാം അല്ലേ, പലതും ചെയ്യുമ്പോൾ. അതൊന്നും നമ്മളെ ഭയപ്പെടുത്തുകയോ തളർത്തുകയോ ചെയ്യരുത്. നമ്മൾ അവിടെ നിന്നൊക്കെ പറന്നുയരണം നമ്മുടെ ഈഗിൾ കുട്ടിയെ പോലെ. സോ ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്, ബി കോൺഫിഡൻറ്റ് ഇൻ ഗോഡ്. താങ്ക് യു വെരി മച്ച്. ഓ അതുകൊണ്ട് അവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പരുന്തിൻ്റെ കുഞ്ഞിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലയോ? നോക്കിക്കേ മക്കളെ, പരുന്ത് കൂടുണ്ടാക്കുന്നത് എന്ത് ഉയരങ്ങളില്ല. മലയുടെ മണ്ടയ്ക്ക് വൃക്ഷത്തിൻ്റെ മേളിൽ മുള്ളും കൊണ്ട് കൂടുണ്ടാക്കുന്നു, അതിനകത്ത് പുല്ലെടുക്കുന്നു, മുട്ടയിടുന്നു, വിരിയുന്നു. കുഞ്ഞിന് പ്രായമായി കഴിയുമ്പോൾ ആ പുല്ലെല്ലാം എടുത്തു കളയുന്നു, കുഞ്ഞിനെ മുള്ളിൻ്റെ മേളിലാണ്.
കുഞ്ഞ് മുള്ളിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റത്തില്ല. അമ്മ കൂടിളക്കുന്നു, ഈ പരുന്തിൻ്റെ കുഞ്ഞ് താഴോട്ട് വീഴുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും താഴെ വീണോ? ഇല്ല. ഇതിൻ്റെ അമ്മ വന്ന് ഇതിനെ തിരിച്ച് കൂട്ടിലോട്ട് എടുത്തു വെക്കും. മക്കളെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ തറ വീഴാതെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ വഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, മനസ്സിലാക്കുന്ന, എൻ്റെ അകവും പുറവും ആകവും കൃത്യമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. വി ഓൾ ആർ സേഫ് ഇൻ ലോർഡ്സ് ഹാൻഡ്സ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാ. ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കണം. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കേൾക്കാം, അനുസരിക്കാം. ഹലോ കൂട്ടുകാരെ, ഇന്ന് ടിങ്കു ഉണർന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അതെ, ഞാൻ കറക്റ്റ് സമയത്താണെന്ന്. നീ കറക്റ്റ് സമയത്താണ്, വെളുപ്പാങ്കാലത്ത് 9 മണിക്കാണോടാ എഴുന്നേൽക്കുന്നത്? അതെ, അതാ കറക്റ്റ് സമയം. എടാ, നിനക്ക് രാവിലത്തെ നല്ല നല്ല ശീലങ്ങളെപ്പറ്റി നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ കൂട്ടുകാർക്കറിയാം, നമ്മുടെ കൂട്ടുകാർക്ക് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സമയം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എനിക്ക് നല്ലോണം അറിയാവേ. ഓക്കെ, എന്നാലും നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവരോടൊന്ന് ജസ്റ്റ് പറ, നീ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? 8:30 എഴുന്നേക്കും. ഓക്കെ, 8:30 എഴുന്നേക്കും. എന്നിട്ട് നീ എത്ര മണിക്ക് സ്കൂളിൽ പോകും? 9 മണിക്ക്. 9 മണിക്ക് ഇവൻ സ്കൂളിൽ പോകും. കൂട്ടുകാരെ, 8:30 എഴുന്നേറ്റ് 9 മണിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പറ്റും. ഇവന് പറ്റും, പക്ഷേ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കാരണം പ്രഭാതത്തിൽ നല്ല നല്ല ശീലങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇന്ന് കൂട്ടുകാരെ 3 പ്രധാനപ്പെട്ട രാവിലത്തെ ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിനക്ക് ഞാൻ പറഞ്ഞു തരാവേ. ഓക്കെ, പറയാം. ഒന്ന്, വേക്കപ്പ് എയർലി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദിവസവും രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത് അതൊരു ശീലമാക്കാൻ പല കൂട്ടുകാർക്കും പറ്റുന്നില്ല. 5 മിനിറ്റോടെ, 10 മിനിറ്റോടെ, ഓക്കെ 10 മിനിറ്റോടെ, ഇവനെ ഇടയ്ക്കും പറയാം 10 മിനിറ്റോടെ, 15 മിനിറ്റോടെ, 10 മിനിറ്റ് പറഞ്ഞ് ഒരുപാട് മിനിറ്റ് ആകാറുണ്ട്. ഫ്രണ്ട്സ്, വേക്കപ്പ് എയർലി എന്നുള്ളത് ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങളിൽ ഒന്നാകണം. അത് 8 മണി വരെ ആകരുത്. ഞാൻ ഇന്ന് മാത്രമല്ല 8 മണിക്ക് എഴുന്നേറ്റ്. ഓക്കെ, അവന് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും 8 മണി ആകാറാവുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അത് ശരിയല്ല. ഒന്ന്, വേക്കപ്പ് എയർലി. രണ്ടാമത്തെ ശീലം എന്താണെന്ന് പറയട്ടെ. രണ്ടാമത്തെ ശീലമാണ് ലുക്ക് ടു ഗോഡ് എന്നുള്ളത്. ദൈവത്തിലേക്ക് നോക്കുക എന്നുള്ളത്. ദൈവത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട്. ഇവൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട്. എങ്ങനെ? ഇവൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ദൈവത്തോട് സംസാരിക്കാറുണ്ട്. കൂട്ടുകാരെ, ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയും ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് ദൈവവചന വായനയുമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ലുക്ക് ടു ഗോഡ് എന്നുള്ളത് മറന്നു പോകരുത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ശീലം എന്ന് പറയുന്നത്, പല കൂട്ടുകാരും കരഞ്ഞോണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. കരഞ്ഞോണ്ടോ? അതെന്തിനാ? അതെന്തിനാണെന്ന് ഞാൻ പറയാം. കരഞ്ഞോണ്ട് എഴുന്നേറ്റ് വരുന്നത്, ഒന്ന്, അമ്മയെ വിളിച്ചതിൻ്റെ ഒരു ദേഷ്യം, കുറച്ചുകൂടെ സമയം കിടന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം. 2, പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു വിഷമം. ഓക്കെ, നല്ല പോസിറ്റീവായിട്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവനും വളരെ പോസിറ്റീവാകും. അതുകൊണ്ട് ഏറ്റവും നന്നായി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. നീ റെഡിയാണോ? 3 കാര്യങ്ങളാണ് അങ്കിൾ പറഞ്ഞത്. ഒന്ന് എന്തായിരുന്നു? പറ. ഓക്കെ, ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് എയർലി വേക്കപ്പ് എന്നുള്ളതാണ്. 2, ലുക്ക് ടു ഗോഡ്. 3, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ഏറ്റവും നന്നായിട്ട് ദിവസത്തെ മെച്ചപ്പെടുത്തുവാൻ, ക്രമീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ബൈ. ഇവിടെ ഇരിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ രാവിലെ എണീക്കും? 5 മണിക്ക് എണീക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? 5 o'clock ഇല്ലയോ?
അയ്യോ 6 o'clock സ്കൂളിൽ പോകുന്നോണ്ടിരിക്കുമോ? സ്കൂളില്ലെങ്കിലോ 12 o'clock. ആഹാ, എനിക്കറിയാം, ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവരാണ് മിടുക്കന്മാർ. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്, മേക്ക് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. നേരത്തെ കിടക്കാൻ പോകുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ബുദ്ധിയുള്ളവനാണ്, അവൻ ആരോഗ്യമുള്ളവനാണ്, അവൻ ശക്തിയുള്ളവനാണ്, കൃപയുള്ളവനാണ്. ഇവിടെ നമ്മളെല്ലാവരും ഈ പ്രഭാത ശീലങ്ങളില്ല. രാവിലെ എണീച്ച് എന്തൊക്കെ ചെയ്യും? പല്ല് കേൾക്കുമോ? നമുക്ക് പ്രഭാത ശീലങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മളൊക്കെ താമസിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുക. ഈ ക്രിസ്തു തൻ്റെ പ്രവർത്തന മേഖലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പ്രാർത്ഥിക്കുന്നു, രാത്രി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വിധത്തിൽ പ്രഭാത ശീലങ്ങൾ ഒന്ന് ഏറ്റെടുക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. പാടാം, കുഞ്ഞു കാകൾ തുള്ളി തുള്ളി യേശുവേ പിമ്പേ പോകാം. കുഞ്ഞു കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞു കാകൾ തുള്ളി തുള്ളി യേശുവേ പിമ്പേ പോകാം. പേടിയിട്ടും വേണ്ട കൂടെ ചൂണ്ട്, പേടിയിട്ടും വേണ്ട കൂടെ ചൂണ്ട്. തേടിത്തെ പാടി പാടി യേശുവേ പിമ്പേ പോകാം, തേടിത്തെ പാടി പാടി യേശുവേ പിമ്പേ പോകാം. എനിക്കറിയാം, പാടാം നേടാം എന്ന സെഗ്മെന്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെന്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.